ഒരിക്കൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ മത്സരത്തിനിടെ AC മിലാൻ ക്യാപ്റ്റൻ കൂടിയായിരുന്ന ഗന്നാരോ ഗട്ടുസോ ടോട്ടനം കോച്ച് ജോ ജോർദാന്റെ കഴുത്തിന് പിടിച്ചിട്ടുണ്ട്. ക്ലബ് ഫുട്ബോളിലായാലും രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോഴായാലും 100% ആ ജേഴ്സിയോട് നീതി കാണിക്കുന്ന താരമാണ് ഗട്ടുസോ. ഏത് ചതിയൊരുക്കിയാണെങ്കിലും ഏത് വാരിക്കുഴിയിൽ വീഴ്ത്തിയാണെങ്കിലും തൻ്റെ ടീമിനെ ജയിപ്പിക്കാൻ ഒരുമ്പെട്ടിറങ്ങുന്ന ഗട്ടുസോ. 2006 ലോകകപ്പിൽ ഫാബിയോ കന്നാവരോയുടെ ധൈര്യവും ഗട്ടൂസയെ പോലെ ഗഡ്സുള്ള കുറച്ചെണ്ണമായിരുന്നു. 20 വർഷം കഴിഞ്ഞു. ഗട്ടൂസയ്ക്കിപ്പോൾ പഴയ ശൗര്യമില്ല. തൻ്റെ ടീം ലോകകപ്പിലേക്ക് യോഗ്യത നേടാൻ പോലും കഴിയാതെ ഉഴറി നിൽക്കുമ്പോൾ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട രാജാവിനെ പോലെ തോന്നിച്ചു അയാളെ. കളിക്കാരെ തലോടി തല താഴ്ത്തി അയാൾ മടങ്ങി. യൂറോപ്യൻ മേഖലാ യോഗ്യതയുടെ പ്ലേ ഓഫിൽ ബോസ്നിയ ഹെർസഗോവിനയോടെയാണ് ഇറ്റലി ഒടുക്കം പരാജയപ്പെട്ട് മടങ്ങുന്നത്. 15-ാം മിനിറ്റിൽ മോയിസ് കീനിൻ്റെ ഗോളിൽ ലീഡെടുത്ത ഇറ്റലി പ്രതാപകാലത്തെ കരുത്ത് വീണ്ടും സ്വപ്നം കണ്ടു തുടങ്ങിയതാണ്. എന്നാൽ ബസ്റ്റോണിയോയുടെ ചുവപ്പ് കാർഡ് അസൂറികളെ പീഡിപ്പിച്ചു. 79-ാം മിനിറ്റിൽ നേടിയ ഗോളിൽ തബക്കോവിച്ച് കളി ബോസ്നിയയുടെ വരുതിയിലാക്കി. എക്സ്ട്രാ ടൈമിലും സമനിലക്കെട്ട് പൊട്ടിക്കാതെ ഇറ്റലിയും ബോസ്നിയയും. ഒടുവിൽ അനിവാര്യമായ ദുരന്തം പെനൽറ്റി ഷൂട്ടൗട്ടിൽ പിറന്നു. പിയോ എസ്പോസിറ്റോ, ബ്രയാൻ ക്രിസ്റ്റാൻഡെ എന്നിവർക്ക് സമ്മർദ്ദം അതിജീവിക്കാനായില്ല. 4-1 ജയത്തോടെ 2014 ശേഷം ഇതാദ്യമായി ബോസ്നിയ ലോകകപ്പിലേക്ക് ടിക്കറ്റ് എടുത്തു. ഇറ്റലി തുടർച്ചയായ 3-ാം തവണയും പുറത്തേക്ക്. എന്താണ് ഇറ്റാലിയൻ ഫുട്ബോളിൽ സംഭവിച്ചത്? ചതുരത്തിലുള്ള കുമ്മായക്കളത്തിനുള്ളിലെ കളിയാണ് ഫുട്ബോൾ. പക്ഷേ എല്ലാ കാലത്തും അതിനോരോ ശൈലി കൈവശം വന്നിട്ടുണ്ട്. ബ്രസീലുകാർ ജോഗോ ബൊണിറ്റോയായും ഹോളണ്ട് ടോട്ടൽ ഫുട്ബോളായും സ്പെയിൻ ടിക്കി ടാക്കയിലൂടെയും ഫുട്ബോളിനെ കാലാന്തരങ്ങളിൽ നവീകരിച്ചുകൊണ്ടിരുന്നു. ഇറ്റലിക്കാർ അന്നും ഇന്നും കാറ്റനാച്ചോയിൽ വിശ്വസിച്ചു. അതവരുടെ കുഴി തോണ്ടുകയും ചെയ്തു. 1960കളിലാണ് ഇറ്റലി കാറ്റനാച്ചോ അവതരിപ്പിച്ചത്. ആ ശൈലിയുമായി അവർ 4 ലോക കിരീടങ്ങൾ നേടി. 2006 സിനദിൻ സിദാന്റെ ഫ്രാൻസിനെ കീഴടക്കി ബെർലിനിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ കന്നാവാരോ കപ്പുയർത്തുമ്പോഴും അവരെ കാത്തത് ആ കാറ്റനാച്ചോ ശൈലി തന്നെയായിരുന്നു. പ്രോപ്പറായൊരു നമ്പർ 9 പ്ലെയർ ഇല്ല എന്നത് ഇറ്റലിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പോരായ്മയാണ്. 2014 ടീം അവസാനമായി ലോകകപ്പ് കളിച്ചത്. അന്ന് ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാന സ്ഥാനക്കാരായി പുറത്തായി. 2018 2022 2 മാസത്തിനകം വരാനിരിക്കുന്ന ലോകകപ്പിലും യോഗ്യത പോലുമില്ല. 4 ലോകകപ്പ് നേടിയ ടീം തുടർച്ചയായ 3 ലോകകപ്പിന് യോഗ്യത പോലും നേടാനാകാതെ പോകുന്നു. അതും 48 ടീമുകൾ പങ്കെടുക്കുന്ന ലോകകപ്പായിട്ട് പോലും. കത്രിക പൂട്ടിയിട്ട് ഇറ്റലി വരുതിയിലാക്കിയിരുന്ന ഫുട്ബോൾ ആ കെട്ട് പൊട്ടിച്ച് ഏറെ ദൂരം സഞ്ചരിച്ചിരിക്കുന്നു. അസൂറികൾക്കിനി ആ പന്തിനടുത്തെത്താൻ കാലം ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. ഇനി ഒരു ഉയർപ്പിന് ഏറെ നാൾ ഇറ്റലി വിയർക്കേണ്ടി വരും.